വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മക്കയിൽ അവതീർണമായ മക്കി സൂറത്തുകളിൽ ഒന്നാണിത്. ഇതിൽ ആകെ 60 ആയത്തുകൾ സൂക്തങ്ങൾ ഉണ്ട്. റൂം എന്നാൽ റോമാക്കാർ, ബൈസന്റീൻ എംപയർ എന്നാണ് അർത്ഥം. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ റോമാക്കാരുടെ ചരിത്രപരമായൊരു പരാജയത്തെയും അതിനുശേഷമുണ്ടാകുന്ന വിജയത്തെയും കുറിച്ച് പരാമർശിക്കുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. ചരിത്ര പശ്ചാത്തലവും പ്രവചനവും. അക്കാലത്തെ വൻശക്തികളായിരുന്ന റോമാക്കാരും ക്രൈസ്തവർ പേർഷ്യക്കാരും അഗ്നി ആരാധകർ തമ്മിൽ നടന്ന യുദ്ധത്തിൽ റോമാക്കാർ ദയനീയമായി പരാജയപ്പെട്ടു. ഏകദൈവ വിശ്വാസികളായ ക്രൈസ്തവരുടെ പരാജയത്തിൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ സന്തോഷിക്കുകയും മുസ്ലിങ്ങളെ പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോമുകാർ വീണ്ടും വിജയം നേടും എന്ന് ഖുർആൻ ഈ സൂറത്തിലൂടെ പ്രവചിച്ചു. ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൃത്യം 9 വർഷത്തിനുള്ളിൽ റോമാക്കാർ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തുകയും ഖുർആനിക പ്രവചനം അക്ഷരംപ്രതി പുലരുകയും ചെയ്തു. ഇത് ഖുർആന്റെ ദിവ്യത്വത്തിനുള്ള വലിയൊരു തെളിവായി കണക്കാക്കപ്പെടുന്നു. പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ. പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് ചിന്തിക്കാൻ ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു ഒരുക്കിയിട്ടുണ്ടെന്ന് ഈ സൂറത്ത് ഓർമ്മിപ്പിക്കുന്നു. ആകാശഭൂമികളുടെ സൃഷ്ടി. മനുഷ്യരുടെ ഭാഷകളിലും വർണ്ണങ്ങളിലുമുള്ള വൈവിധ്യം. രാത്രിയിലെ ഉറക്കവും പകൽ സമയത്തെ ഉപജീവനത്തിനായുള്ള അധ്വാനവും. മിന്നൽപ്പിണരുകളും ആകാശത്തുനിന്ന് മഴ പെയ്ച്ച് ഭൂമിയെ ജീവസുറ്റതാക്കുന്നതും. മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ തത്തുല്യരായ ഇണകളെ സൃഷ്ടിച്ചതും അവർക്കിടയിൽ കാരുണ്യവും സ്നേഹവും നിക്ഷേപിച്ചതും. പ്രധാന ആശയങ്ങൾ. മനുഷ്യന്റെ ജന്മസിദ്ധമായ പ്രകൃതി ഫിത്റത്ത് ഏകദൈവ വിശ്വാസത്തിന് അനുകൂലമാണെന്ന് ഈ അധ്യായം വ്യക്തമാക്കുന്നു. മരണാനന്തരം മനുഷ്യൻ വീണ്ടും ജീവിപ്പിക്കപ്പെടുമെന്നും ഭൂമിയിലെ തങ്ങളുടെ കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം നൽകപ്പെടുമെന്നുമുള്ള പരലോക വിശ്വാസത്തെ ശക്തമായി ഇതിൽ സമർത്ഥിക്കുന്നുണ്ട്. സാമ്പത്തിക വ്യവസ്ഥിതിയിൽ പലിശ വരുത്തുന്ന ദോഷങ്ങളെക്കുറിച്ചും സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പലിശയല്ല, പകരം അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് നൽകുന്ന സക്കാത്താണ് ഉത്തമമെന്നും ഈ സൂറത്തിലെ 39-ാം സൂക്തത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉപസംഹാരം. ചരിത്രപരമായ പ്രവചനങ്ങൾ, പ്രപഞ്ച ദൃഷ്ടാന്തങ്ങൾ, മാനവികതയുടെ ജന്മപ്രകൃതി, സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകൾ എന്നിവയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് മനുഷ്യനെ ചിന്തയിലേക്ക് നയിക്കുന്ന മനോഹരമായ ഒരു അധ്യായമാണ് സൂറത്തുർ റൂം.